ഇന്ന് ഒരു പക്ഷേ നമ്മൾക്ക് ചെറിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്ത അത് കണ്ണൂരിൽ നിന്ന് വന്നതാണ്. കണ്ണൂരിൽ നിപ്പ സംശയം എന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പഴക്കടയിലെ തൊഴിലാളികൾ ആണ് ഇരുവരും. സജോ ദേവസ്യ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, വീണ്ടും ഒരു നിപ്പ ആശങ്ക അത് സംസ്ഥാനത്ത് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രണ്ട് ജില്ലകൾക്ക് നേരത്തെ എന്താണ് പറയുക, കോഴിക്കോടും മലപ്പുറത്തൊക്കെ നമ്മൾ നിപ്പ ബാധ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ കണ്ണൂരിൽ ഒരു സംശയമുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? അതിൽ ഈ പറയുന്നത് പോലെ ടെസ്റ്റ് എപ്പോഴായിരിക്കും റിസൾട്ട് ലഭിക്കുക? പ്രജിൻ, നാളെയോടുകൂടി ഇക്കാര്യത്തിൽ റിസൾട്ട് ലഭ്യമാകും. അതായത് സ്രവ സാമ്പിൾ പരിശോധനാ ഫലം ലഭ്യമാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കണ്ണൂർ മട്ടന്നൂർ മാലോം സ്വദേശികളാണ്, പിതാവും മകനുമാണ്. അവർ ഒരു പഴക്കടയിലെ തൊഴിലാളികളാണ്. കഴിഞ്ഞ ദിവസമാണ് അവർ കടുത്ത പനിയും ഛർദിയും ഇതിനെ തുടർന്ന്, ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മട്ടന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നാലെ തന്നെ ഈ രോഗലക്ഷണങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഐസൊലേഷൻ വാർഡിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ തന്നെ സ്രവ സാമ്പിളുകൾ വളരെ വേഗത്തിൽ തന്നെ എടുക്കുകയും പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യ വിഭാഗവും അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ സാമ്പിൾ പരിശോധനാ ഫലം ലഭ്യമാകണം. വേണ്ടത്ര മുൻകരുതൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഒപ്പം ഈ മേഖല തിരിച്ചുള്ള കോണ്ടാക്ട് അടക്കമുള്ള മേഖലകൾ, പഴക്കടയിലെ തൊഴിലാളികളാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ ഇടപെടലുകൾ ആവശ്യമുണ്ട്. അത് പക്ഷേ ഈ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകണം. അതിനുശേഷം മാത്രമായിരിക്കും. ഇപ്പോൾ ഉള്ളത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. നേരത്തെ കോഴിക്കോടും അതിന് പിന്നാലെ മലപ്പുറത്തും ഒക്കെ രോഗബാധ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ച് ഇതാദ്യമായാണ് നിപ്പ ബാധ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിനുശേഷമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇരുവരുടെയും, അതായത് ഈ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഏതെങ്കിലും നിലയ്ക്ക് ആശങ്കയുടെ അടിസ്ഥാനമില്ല. അതേസമയം നിപ്പ ബാധ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനെ തുടർന്നുള്ള അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നാൽ മറ്റ് തുടർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ പരിശോധനാ ഫലം കാക്കുന്നു. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടുപേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. നിപ്പ സ്ഥിരീകരണം അത് ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സ്റ്റേബിളാണ് ആരോഗ്യസ്ഥിതി എന്നത് നമുക്ക് ആശ്വാസമാകുന്നുണ്ട്.